കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. വിഴിഞ്ഞത്തിന് കബോട്ടാഷ് നിയമത്തിൽ ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. അതേസമയം 4.5 വർഷം അധ്വാനിച്ചിട്ടാണ് താൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതെന്ന് മന്ത്രി കെ ബാബു പ്രതിപക്ഷ നിലപാടിന് മറുപടി പറഞ്ഞു. സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വിഴിഞ്ഞം പദ്ധതി മിഴി തുറന്നു. വിഴിഞ്ഞത്തിന് സമീപം മുക്കോലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ തിങ്ങി നിറഞ്ഞ നാട്ടുകാരെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് ശിലയിട്ടു. 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള തലസ്ഥാനത്തിന്റെ വികസന സ്വപ്നത്തിന് അങ്ങനെ സാക്ഷാത്കാരമായി. വിഴിഞ്ഞത്തെ ജനങ്ങളുടെ ത്യാഗ മനോഭാവമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തുടക്കത്തിൽ ഈ കേരളം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് വിഴിഞ്ഞത്തെ ജനങ്ങളോടാണ്, മത്സ്യത്തൊഴിലാളികളോടാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹകരണവും ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി നിതിൻ ഗഡ്കരി വാഗ്ദാനം ചെയ്തു. വിഴിഞ്ഞത്തിന് കബോട്ടേഷ് നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. That we will relax this cabotage for this project, and not only for this port, but after going to Delhi within 15 days I will issue the orders. കോർപ്പറേറ്റ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വിഴിഞ്ഞത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി 35 കോടി രൂപ വിനിയോഗിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി വാഗ്ദാനം ചെയ്തു. Irrespective the who is in power at the center of the state, I humbly request their support and support from the people of Kerala to put Kerala's and India's development priorities. താൻ അധ്യക്ഷത വഹിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചടങ്ങ് ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തോട് മന്ത്രി കെ ബാബുവിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ രാഷ്ട്രീയമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കോടിയേരി പറഞ്ഞു ഞാൻ അധ്യക്ഷത വഹിക്കുന്നതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട കോടിയേരി, കഴിഞ്ഞ 4.5 വർഷക്കാലം രാപകൽ കഷ്ടപ്പെട്ടതാണ് ഞാൻ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഞാനൊന്ന് അധ്യക്ഷത വഹിച്ചോട്ടെ. അദാനി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും അദാനിയുടെ മകനുമായ കരൺ അദാനി അടക്കമുള്ള അദാനി ഗ്രൂപ്പ് ഉന്നതരും ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന ദിവസം മുതൽ 1000 ദിവസം പൂർത്തിയാകുന്ന 2015 സെപ്റ്റംബർ 1 വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കുമെന്നാണ് അദാനിയുടെ വാഗ്ദാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.